വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ത്വരീഖു ശാത്തിബിയ്യ, സപ്തവഴികളിലെ നാഴികക്കല്ല് എന്നാണ് വിഷയം. വിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുതവാത്തിർ ആയ, സംശയത്തിന് യാതൊരു ഇടവും നൽകാത്ത ശക്തമായ വിശ്വാസയോഗ്യമായ 7 ഖിറാഅത്തുകൾ, അവ പഠിക്കാൻ വേണ്ടി അവലംബമാക്കുന്ന നാഴികക്കല്ല് എന്ന് പറയാൻ പറ്റുന്ന ഗ്രന്ഥമാണ് ശാത്തിബിയ്യ. ആ ശാത്തിബിയ്യ അവലംബമാക്കിക്കൊണ്ടാണ് ലോകത്ത് വിശുദ്ധ ഖുർആനിലെ 7 ഖിറാഅത്തും പാരായണം നടക്കുന്നത്. എല്ലാത്തിനും അവലംബം വേണം. ഹദീസുകൾ നമ്മൾക്ക് അവലംബമായിട്ട് ബുഖാരി, മുസ്ലിം പോലെയുള്ള അല്ലെങ്കിൽ സിഹാഹുസ് സിത്ത പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ട്. കർമ്മപരമായിട്ട് നമ്മൾക്ക് അവലംബമായിട്ട് ഷാഫി മദ്ഹബിൽ തുഹ്ഫത്തുൽ മുഹ്താജും നിഹായത്തുൽ മുഹ്താജും ഒക്കെ ഉണ്ട്. അങ്ങനെ ഏതൊരു വിഷയം പരിശോധിക്കുമ്പോഴും അത് കേവലം കേട്ട് കേൾവി എന്നതിൽ നിന്ന് മാറി കൃത്യമായ ആധികാരികമായ അവലംബങ്ങൾ ഉണ്ടാവണം. അത് വിശുദ്ധ ഖുർആൻ രംഗത്ത് എന്തായാലും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ 23 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ ഇങ്ങ് 1400 വർഷം കഴിയുമ്പോൾ അന്നത്തെ കാലത്തുള്ള വിശ്വാസയോഗ്യരായ, അല്ലെങ്കിൽ ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറയുന്ന ആ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകളിൽ നിന്ന് ഒരുപാട് മുമ്പോട്ട് വരുമ്പോൾ ആളുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ഇന്ന് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ആ ഓതുന്നത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് എൻ്റെ ഉസ്താദുമാരിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ മുൻഗാമിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുമ്പോൾ ആ മുൻഗാമികൾ അതിന് വിശ്വാസയോഗ്യത ഉള്ളവരാണോ എന്ന് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ആ വിഷയത്തിൽ ആശങ്ക ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഓതുന്ന ഖുർആൻ അത് കൃത്യമായി വിശ്വാസയോഗ്യരായ അഇമ്മത്തിലൂടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കിതാബുകളെ അവലംബമാക്കിക്കൊണ്ടാണ് എന്ന് വരുമ്പോൾ അത് നമ്മുടെ ഉസ്താദുമാരാണെങ്കിലും ഇനി മുൻഗാമികളെന്ന് പറഞ്ഞ ആരാണെങ്കിലും ആ കാര്യത്തിൽ ആർക്കും ആശങ്കപ്പെടേണ്ടി വരില്ല. കാരണം വിശ്വാസയോഗ്യരായ അഇമ്മത്തുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളെ അവലംബമാക്കിക്കൊണ്ടാണ് മുൻഗാമികളും അല്ലെങ്കിൽ നമ്മുടെ മശായിഖന്മാരൊക്കെ ഓതി തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിനി പേടിക്കാനില്ല. അതങ്ങനെ തന്നെ ആ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുൻപിൽ ജീവിച്ചിരിക്കുമ്പോൾ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ വിഷയത്തിൽ അത് ശരിയാണോ അല്ലയോ എന്ന ആശങ്കയ്ക്ക് ഒരു സ്ഥാനവും ഇല്ല.